ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 12:30 കൂടി ഈ ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ ടൈഗറിൻ്റെ ഒരു പ്രസൻസ് അറിയിച്ചിരുന്നു. അപ്പോൾ അതോടുകൂടി ടീമെല്ലാം വനം വകുപ്പിൻ്റെ ടീം ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ടീമെല്ലാം ഇവിടെ രാത്രി തന്നെ പാട്രോളിങ്ങും പരാമ്പുലേഷനും നടത്തിയിരുന്നു. ഒരു 2:30 കൂടി ടൈഗർ സ്പോട്ട് ചെയ്തിരുന്നു. ഒരു അറ്റംപ്റ്റ് നമ്മൾ ട്രാങ്കുലൈസേഷൻ്റെ നടത്തിയിരുന്നു. അത് പിന്നെ നമുക്ക് ഇത് പിന്നീട് അങ്ങ് ഓടിപ്പോവുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ പരാമ്പുലേഷൻ ഈ നേരം വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഒരു നേരമായപ്പോൾ അതിനെ ഫൗണ്ട് ഡെഡാണ്. അപ്പോൾ ബോഡീസിൽ ചെറിയ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പം എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ അതിൻ്റെ മാർക്കും എല്ലാ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സ് നോക്കി. ഇനി പോസ്റ്റ്മോർട്ടം ചെയ്താലേ നമുക്ക് കൂടുതൽ ഇതിൻ്റെ വിവരങ്ങൾ അറിയാനുള്ളൂ. വേറെ ഷൂട്ടിംഗ് ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മൾ ട്രാങ്കുലൈസിങ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റാണ്. രാത്രിയാണ് സമയമായിരുന്നത്. റോഡ് സൈഡിലായിരുന്നു ടൈഗർ ഉണ്ടായിരുന്നത്. ഞാൻ ഇനി കൂടുതൽ ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇരിക്കും, വിശദമായിട്ട് ഇരിക്കും. പൂക്കോട് നമ്മളൊന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഞങ്ങൾ പറയാം. ഓക്കെ, ഇനി ഡോക്ടർ നമുക്ക് പറയും. അത് ആ ഭാഗത്തുള്ള വീടുകളിൽ തന്നെ ചെറിയ ഭാഗത്ത് അപ്പയിലാക്കാവിൻ്റെ 3 റോഡ് എന്ന് പറഞ്ഞ ഭാഗങ്ങളിലായിരുന്നു ഞങ്ങൾ ആ ഭാഗത്ത് നിന്നിരുന്നത്. ഇല്ല, ഞങ്ങൾ ട്രാങ്കുലൈസിങ്ങിൻ്റെ ഒരു അറ്റംപ്റ്റ് മാത്രമേ നടത്തിയിരുന്നുള്ളൂ. രാത്രി സമയമായിരുന്നു. ഓക്കെ, അതെല്ലാം ഞങ്ങളിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മീഡിയനെ കാണുന്നതായിരിക്കും. ഓക്കെ, ഇല്ല, ഞങ്ങളത് നോക്കിയിട്ട് ഞങ്ങളെല്ലാം ഇനി പറയാം. ഓക്കെ, ഇപ്പം ഞങ്ങൾ ഈ ഒരു കാര്യങ്ങളായിട്ട് ഇനി മുന്നോട്ട് പോകട്ടെ. ഞങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ ആയിട്ടുള്ളത്.